ഒരു ക്ലാസ് ഞങ്ങൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കടാവർ കണ്ടു. നമ്മൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഓടി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബോഡീസ് കാണുന്നത്. കുറേ മിസ്കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതൊന്നുമല്ല, ഈജിപ്തിൽ വന്നാൽ തന്നെ അത് വേറെയാണ്. നമ്മൾ ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഇതിൻ്റെ സത്യസന്ധത എന്താണെന്ന് മനസ്സിലാക്കണം. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇവിടുത്തെ ലൈഫ് സ്റ്റൈല്, ഫുഡും കാര്യങ്ങളും ലാംഗ്വേജും ഈ എങ്ങനെയാണ് നമ്മൾ ഈ ആൾക്കാരായിട്ടുള്ളത് എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് അപ്പാർട്ട്മെൻറ്റ് കിട്ടി. നമ്മൾ നല്ല അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എല്ലാം സെറ്റായി. ഇപ്പോൾ കുഴപ്പമില്ല. കെയ്റോ യൂണിവേഴ്സിറ്റി ഈജിപ്തിൽ നിന്ന് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇതെന്തിനാ ഇപ്പോൾ MBBS അബ്രോഡ് പോയി പഠിക്കുന്നത്? അബ്രോഡിൽ MBBSന് വാല്യൂ ഉണ്ടോ? അത് നാട്ടിൽ വന്ന് പഠിക്കുമ്പോൾ നാട്ടിലത് സ്വീകരിക്കുമോ? നിങ്ങൾക്ക് അവിടെ പഠിച്ച ജോലി ചെയ്യോ? അത് എന്നോട് ആരൊക്കെ പറഞ്ഞ് ഈജിപ്തിൽ 9 കൊല്ലമൊക്കെ ഇല്ല എന്നൊക്കെയാണ്. ഫാമിലിയൊക്കെ കുവൈറ്റിലാണ് ഉള്ളത്. ഞാൻ 10th വരെ കുവൈറ്റിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് +1 +2 പത്തനംതിട്ടയിൽ വന്നു. കുവൈറ്റിൽ നിന്നുള്ള ഏജൻസിയിൽ ആണെങ്കിൽ അവിടെ 85% മാർക്ക് വേണം. പിന്നെ അവിടെ നിന്ന് എംബസിലൊക്കെ നമ്മൾ തന്നെ നാട്ടിൽ വന്നിട്ട് പോകണം. അപ്പോൾ നമ്മളത് അതൊരു ഡ്രോ ആക്കി വെച്ചേക്കുമായിരുന്നു ആ ഒരു ചെയ്യുന്ന പ്രൊസീജിയർ. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് നമ്മളിങ്ങനെ പത്രത്തിൽ നോക്കിയപ്പോഴാണ് ഈ ഡോക്ടർ എക്സ്പെർട്ട് എഡുലിങ്ങിനെ കുറിച്ചുള്ള ഇത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഫുൾ പ്രൊസീജിയർ ഫുൾ എളുപ്പമായിരുന്നു. നമ്മളവിടെ പോയിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തുള്ളൊരു ഇത് മാത്രമുള്ളായിരുന്നു. ബാക്കിയെല്ലാം പ്രൊസീജിയറെല്ലാം വളരെ എളുപ്പമായിരുന്നു നടന്നതൊക്കെ. ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നോമിനേഷൻ വന്നിട്ട് ഒരു 15th ഓഗസ്റ്റിന് നോമിനേഷനൊക്കെ വന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 20 ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. പക്ഷെ നമ്മളിവിടെ വന്നപ്പോഴാണ് കുറച്ചുകൂടി ലൈക്ക് വളരെ നല്ല ക്ലാസ്സാണ്. വെച്ചാൽ കടാവറും നമുക്ക് എല്ലായിടത്തും കടാവർ ഇങ്ങനെ ഫോറിൻ കൺട്രീസിലൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ക്ലാസ് അൽഹംദുലില്ലാ നല്ല വൃത്തിക്ക് മനസ്സിലാകുന്നുണ്ട്. കുറേ കടാവേഴ്സ്, കുറേ ബോഡീസ്, നല്ല ടീച്ചേഴ്സ് നല്ലോണം മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല റാങ്കിങ്ങുള്ള കോളേജ് അവിടെ. അതിനനുസരിച്ചുള്ള ഇത് തന്നെ ഇവിടെ ഉണ്ട്. നല്ല സ്റ്റഡീസ് ആയാലും എല്ലാം അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ്. കോളേജൊക്കെ അടിപൊളിയാണ്. നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. ഫുൾ വേറെ ഒരു കാര്യങ്ങളും എൻവയോൺമെൻറ്റ് ഫുള്ളാണ്. ഫസ്റ്റ് ഡേ പോയെന്ന് നമ്മൾ ഫസ്റ്റ് കടാവറല്ല കണ്ടത്, ബോൺസേനും. പിന്നെ സെക്കൻഡ് ലാബ് നമുക്ക് സൺഡേസിലാണ് ലാബ് നോർമലി ഉണ്ടാവല്. ലാബ് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് ലെക്ചറുണ്ട്. അതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അനാട്ടമിയിൽ നെയിംസ് പഠിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഇടങ്ങാറുള്ള പരിപാടി തന്നെയാണ്. കാരണം കുറേ നമ്മൾ പഠിക്കാത്തതായിട്ടുള്ള പല നെയിംസും ഈ സെറൈറ്റസ് ആനിയർ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കേൾക്കുക. അപ്പോൾ വന്നപാട് എൻ്റെ റബ്ബേ എന്താണ് സംഭവം മനസ്സിലാവില്ല. പിന്നെ നമ്മൾ മെമ്മറൈസ് ചെയ്യണം, റിവൈസ് ചെയ്യണം. അനാട്ടമി ഡെയിലി പഠിക്കണം. കാരണം അനാട്ടമിയാണ് മെയിനായിട്ട് പോകുന്ന സാധനം. കുറേ യൂട്യൂബിൽ കുറേ ചാനൽസ്, കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറേ യൂസ്ഫുള്ളാണ് നമുക്ക്. പിന്നെ നമുക്കായിട്ട് സ്വന്തമായിട്ട് സ്റ്റിക്കി നോട്ട്സൊക്കെ പേര് എഴുതി വെച്ചിട്ട് മറന്നോന്നൊക്കെ എഴുതി വെക്കാം. ഫുഡ് നമ്മൾ സെൽഫ് കുക്കാണ്. കോമൺ ആയിട്ട് പരിപ്പ് ഉണ്ടാക്കും. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കും. ചിക്കൻ നമ്മൾ ഫ്രോസൺ വാങ്ങുന്നുണ്ട്. പിന്നെ ഫ്രഷ് ചിക്കന് മുയൽ പ്രാവെല്ലാം ഉണ്ട്, ഫ്രഷ് ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങലില്ല. അരിയുടെ പ്രശ്നമുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി പോകുന്നുണ്ട്. ഞാൻ എൻ്റെ റിസൾട്ട് അറിഞ്ഞ പാടന്നെ ഞാൻ ഒരു ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെനിക്ക് അഡ്മിഷൻസും അസ്യൂട്ടും അവരെടുത്തന്ന്. പക്ഷേ അവർക്ക് കൈറോയിലേക്ക് എനിക്ക് എടുത്തുതരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അവർക്ക് കൈറോയിൽ തന്നെ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കുറേ വെയിറ്റ് ചെയ്ത്. അങ്ങനെ ഒരു സെപ്റ്റംബർ 17 ആകുമ്പോഴാണ് ഇത് കിട്ടൂല എന്നുള്ളൊരു വരെ എത്തിയപ്പോൾ. അപ്പോൾ ആ സമയത്താണ് ഞാൻ FBയിൽ ഡോക്ടർ എക്സ്പേർട്ടിൻ്റെ പരസ്യം കണ്ടത്. അങ്ങനെ ലാസ്റ്റ് ഹോപ്പിൽ വിളിച്ചു നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്താണ് അതിന് നിനക്ക് നല്ല മാർക്കുണ്ട്, അത്യാവശ്യം നല്ല മാർക്കുണ്ട്, അപ്പോൾ നീറ്റ് സ്കോറും ഉണ്ട്, നിനക്ക് കിട്ടും, ഞാൻ 100% ഉറപ്പ് പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു. പിന്നെ ഞാനും അതിന് വിശ്വസിച്ചിട്ട് അതിൽ കൊടുത്തിട്ട് പിന്നെ അധികം വൈകിയില്ല. 3-ാം തീയതി ആകുമ്പോഴേക്കും എൻ്റെ ഓഫ് ലെറ്റർ വന്ന് ഇതാ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിലേക്ക് നല്ല സന്തോഷമുണ്ട്. ഞാനിന്ന് മുതൽ ക്ലാസ്സിന് പോയി തുടങ്ങി. നല്ല ക്ലാസ്സായിരുന്നു. അതുപോലെ തന്നെ അനാട്ടമി മാത്രം അവർ പറയുന്നതിൻ്റെ ആ സ്ലാങ് വ്യത്യാസത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഹിസ്റ്റോളജിയും ബയോകെമിസ്ട്രി അതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ മനസ്സിലായി. ഇനിയിപ്പോൾ ഞായറാഴ്ച മുതൽ ഞാൻ ലാബിന് കയറും. അതിൻ്റെ നല്ലൊരു സന്തോഷം എനിക്കുണ്ട്. ഹാപ്പിയാണ്. നാട്ടിൽ നിന്ന് MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് PG ചെയ്യാനായിട്ട് കെയ്റോയിൽ വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ PG ചെയ്തുകൊണ്ടിരിക്കുമ്പം UK എക്സാം, പ്ലാബ്, FRCP, MRCP ഇതുപോലത്തെ എക്സാം ഈ PGനോട് തന്നെ അതിൻ്റെ സെൻറ്റർ കെയ്റോയിലാണെന്നാണ് അവർ പറഞ്ഞത്.
ഈ PGനോട് തന്നെ അത് ഇവർക്ക് ഇവിടെ നിന്ന് എഴുതിയിട്ടെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ കേരള യൂണിവേഴ്സിറ്റി എന്ന് തന്നെ ഇവരുടെ നിന്ന് അറിയാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ.